അള്ളാഹ് നിഷിദ്ധമാക്കിയത് ചെയ്യും, എന്നാ നിസ്കാരവും നോമ്പ് ഒരു വഴിക്ക് നടക്കുകയും ചെയ്യും. ഉദാഹരണമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും പറഞ്ഞു, ഒരിക്കലും നിങ്ങളെ നാവ് കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കരുത്, അത് നിഷിദ്ധ. പരദൂഷണം പറയുക, കുത്തുവാക്ക് പറയുക, അവഹേളിക്കുക, ആരാന്റെ പച്ചയിറച്ചി തിന്നുക. പക്ഷേ ഇന്ന് പല ആളുകളുടെയും ലക്ഷ്യം പോലും മറ്റൊരുത്തന്റെ പച്ചയിറച്ചി തിന്നല. അള്ളാഹ് കൊടുത്ത ഈ പല്ലുപയോഗിച്ച് ജീവിച്ചിരിക്കുന്നവന്റെ പച്ചയിറച്ചി കടിച്ചു തിന്നുന്ന നരഭോജികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആർത്തി പിടിച്ച് മനുഷ്യന്റെ പച്ചയിറച്ചിന്റെ പിന്നാലെ ഓടുന്നവര്. ചിലർക്ക് അതൊരു ഹോബിയാ, ചില ആളുകൾക്ക് അതൊരു തമാശയാ. മറ്റുള്ളവരുടെ കുറ്റം പറയാ, വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുക, അവഹേളിക്കുക, അപമാനിക്കുക. നമ്മൾ പറയാറില്ലേ, കുറെ കാലം സരിത, പിന്നെ കുറെ കാലം സ്വപ്ന, പിന്നെ കുറെ കാലം ഉമ്മൻചാണ്ടി, പിന്നെ കുറെ കാലം വിജയൻ. ആളുകൾക്ക് തിന്നാൻ വിഷയം കിട്ടിയാൽ മതി. ആൾക്കൂട്ട വിചാരണകളായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ കോഴിക്കോട് അപസ്മാരം ബാധിച്ച് സങ്കടം തോന്നുന്ന ഒരു പെണ്ണ് തന്റെ കുടുംബക്കാരിന്റെ വീട്ടിൽ താമസിക്കാൻ വരിക. ഇടക്കിടക്ക് അപസ്മാരം കൂടുമ്പോൾ വരാറുണ്ട്, ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി. അന്ന് രാത്രി കുടുംബക്കാരി കൊടുത്ത ഭക്ഷണം കഴിച്ച് റൂമിൽ കിടന്നുറങ്ങി, അപസ്മാരം മൂർച്ഛിച്ചു മരിച്ചു. പിറ്റേന്ന് കേരളത്തിലെ മുഴുവൻ പ്രസിദ്ധീകരണങ്ങളുടെ തലേക്കെട്ട് ഇങ്ങനെയായിരുന്നു, വിദ്യാർത്ഥി യുവതി സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ. ഉദ്ദേശം വേറെയാ. പ്രവാസിയുടെ പെണ്ണിനോട് ഗ്യാസുകാരൻ ചെയ്തത് എന്നുള്ള തലേക്കെട്ട് കണ്ടാ മതി. ആർത്തിയ മനുഷ്യന് അന്യന്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ, ആരാന്റെ കുറ്റങ്ങളും കുറവുകളും ചകയാൻ. അതുകൊണ്ടാണല്ലോ സദാചാരത്തിന്റെ പേരും പറഞ്ഞൊരു ചെറുപ്പക്കാരനെ 4 ആള് പിടിച്ച് കെട്ടിയിട്ട് തല്ലിയ കാണാത്തോനെ കാണിച്ചു കൊടുക്കും ഫേസ്ബുക്ക് ലൈവില്. കണ്ടടാ അടി, വെടീന്റെ അടി എന്ന് പറയും. മരിച്ച് കവറിൽ കിടന്നാൽ പോലും ആ പോസ്റ്റ് ദുനിയാവിലുണ്ടെങ്കിൽ മനുഷ്യരെ കവറിൽ പോലും പടത്തം സ്വൈര്യം തരൂല. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണ ഇക്കഴിഞ്ഞ 3 ദിവസം മുൻപ് നമ്മൾ പത്രത്തിൽ വായിച്ചതും, കൂടെ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണ് കൂടെ യാത്ര ചെയ്യുന്ന സൈനികന്റെ കൈവന്ന് മൂക്കമുട്ട കള്ളു വാങ്ങി മോന്തി. അവസാനം ഇറങ്ങുന്നത് ഭർത്താവിന്റെ മുൻപിലേക്ക് ആ പ്ലാറ്റ്ഫോമിൽ. 4 കാലിൽ ഏഞ്ഞു വന്ന പെണ്ണിനോട് ഇതെന്താടി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഓഞ്ഞ പീഡിപ്പിച്ചതാണ്. ആ ട്രെയിനിലുള്ള പീഡിപ്പിച്ചു. 13 ദിവസം ഒരു സൈനികന്റെ കുടുംബത്തെ വിചാരണ ചെയ്തു. സർവ്വ ചാനലുകളും മാധ്യമത്തിന്റെ മുൻപിലിരുന്ന് ഛർദ്ദിച്ചു. സൈനികന്റെ കുടുംബത്തിലെ മക്കളെ പോലും വിചാരണക്കെടുത്തു. ജന്മം കൊടുത്ത മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചയച്ചു. അവന്റെ വീട് ഉപരോധിച്ചു, കല്ലെടുത്തെറിഞ്ഞു. ഭാര്യ വീട്ടുകാരെ പോലും പരിഹാസ്യരാക്കി. 13 ദിവസങ്ങൾക്ക് ശേഷം 4 ദിവസം മുൻപ് സർക്കാരിന്റെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നു. ആ പെണ്ണിന്റെ ഒരു രോമനങ്ങിയിട്ടില്ല. കുടിച്ചു പൂസായത് ഭർത്താവ് അറിയാതിരിക്കാൻ പെണ്ണ് കാണിച്ച ഒരു തന്ത്രത്തിന്റെ പേരിൽ 14 ദിവസം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടും അല്ലാതെയും ഒരു മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം, അമുസ്ലിം, കറുത്തോൻ, വെളുത്തോൻ എന്ന വ്യത്യാസം വേണ്ട. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പടച്ചോന്റെ നരകം വാങ്ങും. ഇന്ന് നാവും വേണ്ട, എഴുതി വിട്ടാ മതി. ആർക്കും ആരെപ്പറ്റി എഴുതി വിടാ, എന്തു എഴുതി വിടാ. ആ വിചാരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാറുണ്ടോ? എത്ര ആളുകളാ അതിന്റെ പിന്നാലെ പോകുന്നത്? എത്ര പേർക്ക് ആ നാട്ടില് നിറം പിടിപ്പിച്ച കഥകൾ അറിയുന്നത്? അള്ളാഹു നിഷിദ്ധമ പച്ച മാംസം തിന്നലാണത്. ഒരിക്കൽ ഹഫ്സാ ബീവി റളിയല്ലാഹു അൻഹാന്റെ വീട്ടിൽ നിന്നൊരു മധുരമുള്ള ഭക്ഷണം കിട്ടിയപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു മോഹം. ആയിഷ ബീവി ചെറുതാ, ഒക്കെ ഇത് വലിയ പൂതിയായിരിക്കും. റസൂൽ പറഞ്ഞു, ഹഫ്സാ കുറച്ചിന്റെ ആയിഷാക്ക് തരുമോ? തരാം നബിയെ. ആ പ്രിയപ്പെട്ട ഭക്ഷണം വാങ്ങി ഹഫ്സാ ബീവിന്റെ അരികിൽ വന്ന് റസൂൽ ആയിഷ ബീവിന്റെ നേരെ നീട്ടി. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒറ്റ തട്ടങ്ങോട്ട് തട്ടി. നിലത്ത് പാത്രം വീണ് ഭക്ഷണം അടക്കം ചെതറിപ്പോയി. ഒന്നും മിണ്ടാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷ ബീവി വന്ന് റസൂലിന്റെ അടുത്ത് നിന്ന് കരയാൻ തുടങ്ങി. സങ്കടം കൊണ്ട്, റസൂലേ എന്നോടൊന്ന് ദേഷ്യപ്പെടിങ്ങള്. റസൂലുള്ള പറഞ്ഞു, ആയിഷ അത് തട്ടിയ തട്ടില് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു വാക്കും പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയ നബിയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുള്ളത്തി അഫ്സനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാ. റസൂൽ ഒന്നും മിണ്ടാതെ പാത്രം എടുത്ത് വെക്കുമ്പോൾ ആയിഷ ബീവി അടുത്ത് വന്ന് കരയും. കരഞ്ഞ ആയിഷ ബീവിനോട് റസൂലുള്ള പറയും, ആയിഷ ഒരു പക്ഷേ പാത്രം ഹഫ്സ ക്ഷമിച്ചേക്കും, അത് പൊട്ടിയത് ഹഫ്സ ക്ഷമിച്ചേക്കാം. പക്ഷെ ആയിഷ, നീ ആ വിളിച്ച കുള്ളത്തി എന്ന വാക്കുണ്ടല്ലോ, അത് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോവുകയായിരുന്നു ആയിഷ. എന്താ കടല്? ഇപ്പോഴും 269 യാത്രക്കാരുമായി അപ്രത്യക്ഷമായ ഒരു വിമാനത്തെ ഈ കടലിൽ നഷ്ടപ്പെട്ടിട്ട് തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. ലോകം ഇത്രയേറെ പുരോഗമിച്ച റഡാറുകളും അന്വേഷിക്കാനുള്ള സർവ്വ നിരീക്ഷണ വസ്തുക്കൾ ഉണ്ടായിട്ടും
11 കൊല്ലം മുൻപ് 269 യാത്രക്കാരുമായി കടലിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വിമാനം ഇന്നും കിട്ടിയിട്ടില്ല. കടലിന്റെ ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പോകാൻ മനുഷ്യരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആ കടൽ ചൂണ്ടിയിട്ട് റസൂലുള്ള പറയാ, ആയിഷ, നീ ആ പറഞ്ഞ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചുകയായിരുന്നു ആയിഷ. ഇത്തൊക്കിൽ മഹാരും, പടച്ചോൻ ഒന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അതെന്ത് വില കൊടുക്കേണ്ടി വന്നാലും. അതുകൊണ്ടാ ആളുകൾ കൂട്ടം കൂടി സംസാരിക്കുന്നിടത്ത് ചെന്നിരുന്നത് പാപമാണെന്ന് അള്ളാന്റെ ഹബീബുള്ള പഠിപ്പിച്ച്. കീല വക്കാല, ആരെങ്കിലും പറയുന്ന കേൾക്കാനിരുന്നെടുത്താൽ മതി, നിങ്ങൾ കുറ്റക്കാരനാവാൻ നിങ്ങളെ മനസ്സിൽ നിൽക്കൂല, നമ്മളെ മനസ്സിൽ നിൽക്കൂലത്. രണ്ടാമത്തത് കുടുംബ ബന്ധം മുറിക്കൽ ഹറാമാ. ഇന്ന് കുടുംബ ബന്ധം മുറിച്ചവരേ ഉള്ളൂ. പള്ളിയിൽ 50 ഭക്തിന് വരും, പക്ഷേ കാർണൂരായിട്ട് പിണക്ക. എന്താ കാരണം? പാപ്പ മരിച്ചപ്പം വീതം വെച്ച സ്വത്ത് കണ്ണായ പറമ്പ് കാർണൂര് തട്ടിയെടുത്ത്, അതുകൊണ്ട് പിണക്ക്. മുഖത്തോട് മുഖം നോക്കാത്തവര്, സലാം പറയാത്തവര്, പറഞ്ഞ സലാം മടക്കാത്തവര്, ക്ഷണിക്കാത്തവര്, ക്ഷണം സ്വീകരിക്കാത്തവര്, മരിക്കുന്നവരെ പള്ളി കമ്മിറ്റിക്കാര് നന്നാക്കാൻ നോക്കിയാലും നിങ്ങൾ അതിന് മെനക്കെടേണ്ട, അത് അങ്ങനെ കട്ടെ, ആഹാ ഓൻ്റെ അടുത്ത് വരട്ടെ, ഇതാ വാശി. നിസ്കാരവും നോമ്പൊക്കെ ക്ലിയറാ. മോൻ കെട്ടിയ വീട്ടുകാരോട്, മോളെ കെട്ടിയ വീട്ടുകാരോട്. എന്തേ പണക്ക്? കുറ്റിയടിക്കൽ ഒരു പറഞ്ഞില്ല. ഒന്നാമത്തെ പണക്ക്. നോമ്പുറ 2ാം ആഴ്ച വിളിച്ച്, നടപ്പ് 1ാം ആഴ്ച വിളിക്കലായിരുന്നു. ഇതാ പണക്ക്. ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാരയിലപ്പവും നെയ്യപ്പവും കുറച്ച് കുറഞ്ഞുപോയി, തക്കാരം കുറഞ്ഞ് പണക്ക്. മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്തിൽ അതിരിട്ടപ്പം പ്ലാവിന്റെ പകുതി ഇങ്ങോട്ടും പകുതി അങ്ങോട്ടും പണക്ക്. ഷീമക്കൊന്നം വന്ന് അല്ലെങ്കിൽ പ്ലാവിന്റെ ഇലമെന്ന് ഒരില അമ്മളെ മുറ്റത്തേക്ക് വീണു, പണക്ക്. ആരാത് പിണങ്ങുന്നത്? 1ാമത്തെ സഫിലുണ്ടാവും. നാട്ടിൽ നല്ല സുജായി ആയിരിക്കും, പേര് കേട്ട ഇസ്ലാഹി പ്രവർത്തകനും നല്ല മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ആയിരിക്കും. കുടുംബക്കാരേറ്റ് ഫുള്ള് പിണക്ക്, നന്നാവൂല. മരിക്കുന്നവരെ കൊണ്ടിറക്കും. ചിലർ നന്നാവണേ മരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ കാണാൻ ചിലർ വരുന്നത്. അഹമ്മദും ജബ്ബാറും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തമ്മിൽ നല്ല പിണക്കാ. മുനീറും ഷമീറും പിണക്ക്. ആയ കാലത്തൊന്നും നന്നാവൂല. മുനീർ മരിച്ചു എന്ന് പറഞ്ഞാൽ ഷമീറിന്റെ നാട്ടുകാർ ചോദിക്കും, മരിച്ചെങ്കിലും ഒന്ന് പോയി കണ്ടൂടെ? അപ്പൊ ഉണ്ടോ അവനൊരു വിരല്. മരിച്ച മുനീറിന്റെ മുഖം ഒന്ന് കണ്ട് മക്കളെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച്. ആരെ പൊരുത്താ കിട്ടേണ്ടി? മുനീറിന്റെ. ആരെങ്ങൾ കണ്ട് മക്കളെ. അതാ ഏത് മതത്തിലുള്ളതാ? അതാര് ഏത് ദീൻ പഠിപ്പിച്ച? ഇനി വേറെ ചില പരിഷ്കാരികളുണ്ട്. മാപ്പാന്റെ മയ്യത്ത് പള്ളി കൊണ്ടുവച്ച് പള്ളിയിലെ ഉസ്താദുമാരും കമ്മിറ്റിക്കാരും ഒരു മൈക്ക് കൈമ കൊടുത്തിട്ട് പറയും, ചോദിച്ചാടാ പറയേണ്ടിയൊക്കെ പറഞ്ഞോ. അപ്പൊ ചില മക്കളുണ്ട് കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പി നെഞ്ചു പൊട്ടിയിട്ടൊക്കെ ഒരു ചോദ്യം, മരിച്ചെന്റെ വാപ്പാന്റെ കബറ് വിശാലാവാൻ വാക്കുണ്ടോ പ്രവൃത്തിയുണ്ടോ, എന്തേ പറ്റിപ്പോയിട്ടുണ്ടേ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അങ്ങനെ ചോദിക്കാൻ ആരാ പഠിപ്പിച്ച്? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇസ്ലാം എന്ന മതത്തിൽ മരിച്ച വാപ്പാക്ക് പൊരുത്തം വാങ്ങാൻ മക്കൾ ഏൽപ്പിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 വഫാത്താകുമ്പോൾ 10 മദീനത്തെ പള്ളിയിൽ വന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. തലകുനിച്ച് പെരടി കാണിച്ച് റസൂൽ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, തല്ലിയാൽ തീരുമെങ്കിൽ പെരടി നോക്കി തല്ലണം. അയ്യുഹന്നാസ് മൻ കുൻത ജലബത്തുലഹു ദറൻ ഫഹാദാ ലഹരി ഫൽയസ്തഖിദ് മിൻഹു. നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാം, തല്ലാം, എന്റെ പെരടിയിൽ ചവിട്ടാം, അള്ളാന്റെ അടുത്തേക്ക് നീക്കി വെക്കരുത് കേട്ടോ. ലോകം കണ്ട ഏറ്റവും നല്ല ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊരുത്തം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ അയലത്തെത്താത്ത നമുക്ക് കിബിറ് മാറിയിട്ടില്ല. അങ്ങനെ കെട്ടെ, ആഹാ ഓന്റെ അലവിലാ ഞാൻ 2 പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ച് 2 ആൺകുട്ടികളും കെട്ടി, ഇനി എന്റെ അടുത്ത് വരട്ടെ. ആരെങ്കിലും ഒന്ന് നന്നാവാൻ ചിരിച്ചാലോ? നമ്മളോട് ചിരിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ അതിനൊക്കെയല്ലേ. അർഹതപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാലും പടച്ചോൻ കൊണ്ടെത്തരുന്ന വേറെ വൈക്ക്. അതിന് ദുനിയാവിൽ പകയും വെറുപ്പും കാണിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും പണക്കിലാണ്. ഇനി അങ്ങനത്തെ ആൾക്കാർ മദീന പള്ളിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സ്ഥലം നോക്കി ഒരു അറാബി വന്ന് മൂത്രമൊഴിച്ചു. സഹാബാക്കൾ അവന്റെ നേരെ തിരിഞ്ഞു. റസൂൽ പറഞ്ഞു, തൊടരുത്. അവനെ സുരക്ഷിതനായി പുറത്തെത്തിച്ചിട്ട് അവനെ വിട്ടു. അതേ പ്രവാചകൻ മദീനത്തെ പള്ളിയിലേക്ക് വരരുത് എന്ന് പോലും ആംഗ്യം കൊണ്ടും ഭാഷ കൊണ്ടും പറഞ്ഞത് ആരോടാണെന്നറിയോ? കുടുംബ ബന്ധം മുറിച്ച് ജീവിക്കുന്നവനോട്. നീ പടച്ചോന്റെ പള്ളി കയറണേ, ആ ബന്ധം നന്നാക്കിയിട്ട് വന്നാൽ മതി. സഹാബത്ത് വെച്ച് അതെന്തുകൊണ്ടാണ് നബിയെ? അവൻ ഒരു ആള് കാരണം അള്ളാന്റെ ബർക്കത്ത് തടയപ്പെടും. ഇതൊക്കെയാ ദീന്. അല്ലാണ്ട് ദീന് എന്ന് പറഞ്ഞാൽ നിസ്കാരവും നോമ്പ് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഹജ്ജ് ഉംറയ്യലും മാത്രമല്ല, നാട്ടുകാർക്ക് 100-200 കൊടുത്ത് കൈമടക്കലും അല്ല. ദീൻ എന്നാൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതകുൻ അബദന്നാസ്, ഈ നല്ലൊരു ഇബാദത്ത് ചെയ്യുന്നവനാണ് അള്ളക്ക് ബോധ്യപ്പെടണേ. അള്ള നിഷിദ്ധാക്കിയത് ഇനിയും നിഷിദ്ധായിട്ട് കാണണം. ഇതാണ് ഒന്നാമത്തെ സ്വഭാവം. നമ്മൾ എത്രാക്കുണ്ട്. രണ്ടാമത്തത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, നിങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കണം. ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട്
അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ സമാധാനമല്ല. പൈസയും പദവിയും സ്ഥാനവും വീടും സൗകര്യവും ഉണ്ട്, സ്വൈര്യല്ല. ഇന്ന് അങ്ങനെയാണല്ലോ. വലിയ പൊരണ്ട്, ലക്ഷങ്ങളെ കാറുണ്ട്, നാട്ടിൽ പേര് കേട്ട തറവാട്ടുകാരനാണ്. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാര് ഈ 5 അടി കട്ടുമ്മൽ ഓൾ അങ്ങോട്ടും തിരിഞ്ഞെടുക്കും, അങ്ങോട്ടും തിരിഞ്ഞെടുക്കും. ഇപ്പൊ ഒന്നും കൂടി ലേറ്റസ്റ്റ് മോഡലാ. 10ാം ക്ലാസ് പഠിച്ച പെൺകുട്ടികളെ ഗെറ്റ് ടുഗദറിന് നമ്പർ കിട്ടിയ അന്ന് തുടങ്ങിയ ബന്ധം ഇപ്പോഴും കണ്ടിന്യൂ ആ. സന്തോഷത്തോടു കൂടി ഒരു രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തവര്, ഒരു സ്വസ്ഥതയോടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവര്, ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെയോ കിട്ടിയിട്ടും കിട്ടാത്തവനെ പോലെ അസൂയ പൂണ്ട് നടക്കുന്നവര്. അതെന്തുകൊണ്ടാണെന്നറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, തീർച്ചയായും നിങ്ങൾക്കുണ്ടാവേണ്ട രണ്ടാമത്തെ സ്വഭാവം, അഥവാ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ സ്വഭാവം, വർള ബിമാ ഖസമല്ലാഹു ലക ഫതകുൻ അഗന്നൻ നാസ്. നീ ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനായി, ഏറ്റവും സമാധാനത്തോടെ നിനക്ക് ജീവിക്കാൻ പറ്റും. എന്തുണ്ടായാ മതി? വർള ബിമാ ഖസമല്ലാഹു ലക. അള്ളാഹു നിനക്ക് തന്നതിൽ നീ തൃപ്തി കാണിച്ചാൽ മതി. പടച്ചോൻ നമുക്ക് വിധിച്ചത് ആ പൊരെ കൊണ്ട് കൊടുക്കൂല. അള്ളാഹു നമുക്ക് തടഞ്ഞത് ആ പൊരക്കാരൻ വിചാരിച്ച നമുക്ക് കിട്ടിയില്ല. പടച്ചോൻ എനിക്ക് എഴുതി വെച്ചത് നിന്റെ അടുത്ത് തന്നെ എത്തും. ഞാൻ എന്ത് തന്ത്രം കാണിച്ചാലും, സ്വൈര്യല്ലാണ്ട് സമാധാനമല്ലാണ്ട് കിടന്നുറങ്ങിയാലും. പക്ഷെ ഇന്ന് മനുഷ്യൻ ആർത്തിയാ, മതിയാവുന്നില്ല. റബ്ബെത്ര കൊടുത്തിട്ടും മതിയാവുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഒരു ഈത്തപ്പഴത്തിന് പകരം 2 ഈത്തപ്പഴം കണ്ടപ്പം കരഞ്ഞവരാ സഹാബാക്കൾ. മരണത്തിന്റെ തൊട്ടു മുൻപ് നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ഒരു സ്വഹാബി 2 റൊട്ടി കഷണം കൊടുത്തപ്പോ ഒരു റൊട്ടി പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, എന്തിനോ ഉമ്മ കരഞ്ഞ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്റെ ഹബീബായ റസൂലിന് വയറ് നിറച്ച് റൊട്ടി കൊടുക്കാൻ പോയിട്ട് ഒരു റൊട്ടി ഫുള്ള് കൊടുക്കാൻ എനിക്ക് പടച്ചോൻ ഭാഗ്യം തന്നിട്ടില്ല, പറ്റിയിട്ടില്ല. ഭക്ഷണം കൊണ്ടും സൗകര്യം കൊണ്ടും എന്ത് കുറവാ മനുഷ്യരെ പടച്ചോൻ എനിക്കും ഇങ്ങൾക്കും വരുത്തിയേ. എന്ത് കുറവാ അള്ള കാണിച്ചെന്ന്. നമ്മൾ പറയാറില്ലേ, പടച്ചോൻ തരേണ്ടതൊക്കെ തരുന്നുണ്ട്. രാത്രി 1:30 മണി വരെ എല്ലാ പേക്കൂത്ത് കാണിച്ചിട്ടും നേരം വെളുത്തപ്പം ശ്വാസം പടച്ചോൻ തിരിച്ചു തന്നില്ലേ? അതിന് പടച്ചോൻ എന്തോ മുടക്കി ഇരുത്തിയോ? നമ്മൾ കിടന്നുറങ്ങിയിട്ടും അള്ള ഉള്ളിലുള്ള പ്രവർത്തനം വ്യാപിപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ രാത്രി മൂക്കുമുട്ട തിന്ന് കിടന്നിട്ടും രാവിലെ ആകുമ്പോഴേക്ക് വയറ് ഒട്ടിക്കിടന്ന് പടച്ചോൻ വിചാരിക്കെങ്ങി ഉറങ്ങും, എന്റെ വയറും ഉറങ്ങട്ടെ. രാത്രി തിന്ന് രാവിലെ ആകുമ്പോഴേക്കും കെട്ടിക്കിടന്ന് വയറ് വേദനിക്കാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ഉറങ്ങിയാലും പടച്ചോൻ ഉള്ളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർള ബിമാ ഖസമല്ലാഹു ലക. മനുഷ്യന് തൃപ്തിയാവുന്നില്ല, മതി വരുന്നില്ല. ഈ ദുനിയാവിന്റെ പിന്നാലെ ആർത്തി പിടിച്ചോടിക്കൊണ്ടിരിക്കുക. മുതലുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. കാരണം ഇന്ന് സ്റ്റാറ്റസും പെരുമയും പൊങ്ങച്ചവും പണത്തിന്റെ പേരിലാ. നാട്ടുകാർക്കിടയിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മാത്രം മുതലുണ്ടാക്കാൻ ഓടുന്നവർ, ദുനിയാവിന്റെ പിന്നാലെ ആർത്തി പിടിക്കുന്നവർ, കുറെയൊക്കെ അത് കിട്ടുന്നുണ്ട് കേട്ടോ. മരിക്കാൻ നേരത്ത് മുതലുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആകെ കൊണ്ടുപോകുന്ന എന്തുമാത്രം? 1000 ഉറുപ്പ്യന്റെ 3 വള്ളത്തുണി. 1000 ഉറുപ്പ്യന്റെ ചോടയാ, നന്മണ്ട 700 ഉറുപ്പ്യ. അവിടെ എത്രയാന്ന് എനിക്കറിയൂല. എത്ര മുതൽ കൈമലുണ്ടെങ്കിലും 700 ഉറുപ്പ്യന്റെ വള്ളത്തുണി. അതാവട്ടെ മണ്ണോട് ചേരുന്നത്, സിൽക്കല്ല, പട്ടല്ല, ലിനനല്ല, വേറൊന്നുമല്ല. ആ കബറിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രാധാന്യം കൊടുക്കാതെ ദുനിയാവിന്റെ മായാലോകത്ത് വെപ്രാളപ്പെട്ട് ജീവിക്കുക. മനുഷ്യൻ ആർത്തി മതിയാവുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യരെ, പടച്ചോൻ വിധിച്ച് എനിക്ക് ഇങ്ങൾക്കും കിട്ടും. ആ മനസ്സമാധാനം ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ബേജാറും ഉണ്ടാവില്ല. ആന്ധ്രയിലോ ഗുജറാത്തിലോ നെൽപ്പാടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കതിരുകളിലെ നെന്മണികൾ അരിയായി രൂപാന്തരപ്പെട്ട് അത് അവിടെ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോടെത്തി, കോഴിക്കോട് വലിയങ്ങാടിയിലെ ഗോഡൌണിലെത്തി, ആ ഗോഡൌണിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി, ആ പലചരക്ക് കടയിലെ പറ്റുകാരനായ എൻ്റെ വീട്ടിലെ പത്തായത്തിലെ ഭരണിയിലേക്ക് ആ അരിയിൽ നിക്ഷയിക്കപ്പെട്ട 5 കിലോ എത്തുകയും ഇന്നലെ രാത്രി അത് അത്തായമായി എൻ്റെ വയറിലെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ എഴുതി വെച്ചത് ആ നെൽമണിയിൽ എൻ്റെ വയറും എൻ്റെ പേരും അത് എൻ്റെ അടുത്ത് തന്നെ എത്തും. ആന്ധ്രയിൽ കിടന്നാലും ഗുജറാത്ത് കിടന്നാലും എനിക്ക് കിട്ടേണ്ടി പടച്ചോൻ എൻ്റെ അടുത്ത് എത്തിച്ചേരും. ആ മനസ്സും തൃപ്തിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മത്സരിച്ചോടും ചിലര്. അവസാന കാലാകുമ്പോഴേക്കും ചില വ്യാപാരക്കങ്ങൾ കാണല്ലേ, വെട്ടിപ്പിടിച്ചും കുതിക്കാല് വെട്ടിയും നാട്ടുകാർ വെറുപ്പിച്ചും കുടുംബക്കാരൊറ്റപ്പെടുത്തിയും ഉണ്ടാക്കിയിടും. അവസാനം സ്വന്തം മക്കളെ കൈമന്ന് ഒരു കഞ്ഞിവെള്ളം പോലും കിട്ടാതെ നരകിച്ചള്ളാന്റെ അടുത്തേക്ക് മടങ്ങും. ജീവിച്ചോന്ന് ചോദിച്ചാൽ ജീവിച്ചിട്ടില്ല, പക്ഷേ ജീവിച്ചത് പണത്തിന് വേണ്ടി മാത്രം. മുതലുണ്ടാക്കാൻ വേണ്ടി ജീവിച്ച വാപ്പാരും മക്കളും ഉണ്ട്.
അവർക്കത് അള്ള കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പരലോകത്ത് അള്ള അങ്ങനെ പറയുമ്മ, ഇനി എന്തിനതിന് ഓടിയേ മുതലുണ്ടാക്കാൻ ഒക്കെ കിട്ടീന്നല്ലേ. ഓ എന്തോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, അവിടെ ഇട്ടേച്ച് വന്നതാ. ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി എന്തായിരുന്നു അമലുകൾ? അതുണ്ടോ? അത് കുറവാണ്. വർലബിമാ കസമല്ലാഹുലക്ക, പടച്ചോൻ തന്നയിൽ അങ്ങ് തൃപ്തിപ്പെട്ടാ മതി, ബാക്കി ഹാപ്പിയാ. അതാ സഹാബത്ത് ചെയ്ത്. അവര് നമ്മളെ എത്ര പവറും പത്രാസും വാഹനമൊന്നുമില്ല, പക്ഷെ പടച്ചോൻ തന്നയിൽ. രാത്രി വന്ന് ഫാത്തിമ ബീബിനോട് അലിയാരി തങ്ങൾ ചോദിക്കും, ഫാത്തിമ പച്ചവെള്ളത്തിന്റെ കൂടെ വല്ലതും? ഫാത്തിമ ബീബി പറയും, പച്ചവെള്ളം തന്നെ കിട്ടിയത് ഭാഗ്യമാണ് അലി. രണ്ടുപേരും കുടിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും.